കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി ആലുവ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ആലുവയിൽ അനധികൃതമായി തങ്ങിയിരുന്ന 2 ബംഗ്ലാദേശികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. വിവിധ ഭാഷാ തൊഴിലാളികൾ എന്ന വ്യാജേനയാണ് ബംഗ്ലാദേശികളിൽ ലേബർ ക്യാമ്പുകളിൽ തങ്ങുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പലപ്പോഴും കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ അവഗണിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. കേരളത്തിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി കയറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇതിൽ പലർക്കും തീവ്രവാദ ബന്ധമുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പോലീസ് നൽകുന്ന വിവരം? എത്രത്തോളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്? പ്രീത്, കഴിഞ്ഞ 1-2 വർഷത്തിനിടയിലാണ് ഏറ്റവും അധികം ഇത്തരത്തിൽ ബംഗ്ലാദേശികളുടെ ഒരു സുരക്ഷിത കേന്ദ്രമായി കേരളം, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ ചില മേഖലകൾ, അത് ആലുവയാണെങ്കിലും മുനമ്പം പ്രദേശങ്ങളാണെങ്കിലും ഒപ്പം തന്നെ അങ്കമാലിയുടെ വിവിധ ഭാഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിൽ പെരുമ്പാവൂർ എല്ലാം ബംഗ്ലാദേശി കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങിയത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൃത്യമായ പരിശോധനകളില്ല, രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ സജീവമായി അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നില്ല എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ആശങ്ക ഏറ്റവും അധികം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്ന് 2 ബംഗ്ലാദേശികൾ കൂടി പിടിയിലായത്. ഇവർ ലേബർ ക്യാമ്പുകളിൽ, അതായത് ഇവിടെ വിവിധ ഭാഷാ തൊഴിലാളികൾ എന്ന നിലയിൽ താമസിക്കുന്ന ആളുകൾക്ക്, വിവിധ ഭാഷാ തൊഴിലാളികളായി തന്നെ താമസിക്കുന്ന ആളുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന, ഒറീസ അടക്കമുള്ള ബംഗാളിൽ നിന്നടക്കം വന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ എന്ന രീതിയിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. അവർക്കൊപ്പമാണ് ഈ ബംഗ്ലാദേശികൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂടെയുള്ള ആളുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ കയ്യിൽ വ്യാജ ഐഡന്റിറ്റി തിരിച്ചറിയൽ കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ചില രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പോലീസിന് അവിടെ പരിശോധിക്കാനും കഴിഞ്ഞ ദിവസം 2 പേരെ പിടികൂടാനും കഴിഞ്ഞത്. എന്നാൽ പോലീസ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്, അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലധികം ബംഗ്ലാദേശികൾ ഈ ആലുവ മേഖലയിലടക്കം തങ്ങുന്നുണ്ട് എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലേബർ ക്യാമ്പുകൾ, തൊഴിലാളികൾ, വിവിധ ഭാഷാ തൊഴിലാളികൾ തങ്ങുന്ന താമസ കേന്ദ്രങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിട്ടില്ല. നേരത്തെ കൊച്ചി നഗരത്തിൽ പോലും ബംഗ്ലാദേശികളെ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് കലൂർ സ്റ്റേഡിയം ഭാഗത്ത് നിന്നാണ് 10 പേർ ഒരുമിച്ച് പിടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഏതാണ്ട് 60ഓളം പേരാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് മാത്രം ബംഗ്ലാദേശികളെ കണ്ടെത്തിയത്. പ്രീത്ത് പറഞ്ഞതുപോലെ ഇവർ പലരും ഭീകരവാദ ബന്ധങ്ങളുള്ള ആളുകളാണോ എന്ന് പോലും സംശയമുണ്ട്. ചില ആളുകളുടെ അത്തരത്തിലുള്ള പശ്ചാത്തലം പോലീസിന് കണ്ടെത്താൻ കഴിയുകയും അവരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്ന സാഹചര്യവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആശങ്കാജനകമായ, ഭീതിദായകമായ സാഹചര്യം തന്നെയാണ് ഈ വിവിധ ഭാഷാ തൊഴിലാളികൾക്കിടയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ബംഗ്ലാദേശികൾ സംസ്ഥാനത്തുണ്ടാക്കുന്നത്. പ്രീത്ത്.